22-കാരിയെ മൊഴി ചൊല്ലിയ കേസിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതായി പരാതി ഉയർന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചതടക്കം പരാതിയുണ്ടായിട്ടും നടപടിയെടുക്കാൻ വൈകുന്നതാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. പള്ളിയിൽ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന ഓഡിയോ സന്ദേശവും യുവതിയുടെ കുടുംബം പുറത്തുവിട്ടിരുന്നു. വിവരങ്ങൾ അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, ഇത്തരത്തിൽ ഈ ഉസ്താദുമാരുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ, പ്രത്യേകിച്ച് സ്ത്രീ പീഡനം, കൊച്ചുകുട്ടികളെ പീഡനം, ഇത്തരം ധാരാളം സംഭവങ്ങൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്രസ കേന്ദ്രീകരിച്ച് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊന്നും അന്വേഷണം നമ്മുടെ നാട്ടിലില്ല. ഇതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. പറയൂ അനഘ. ഗൗതം പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. അതായത് കാസർഗോഡ് ദോലമ്പാടി സ്വദേശിയായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമായിട്ടുള്ള, പള്ളിയിലെ മുസ്ലിയാറായിട്ടുള്ള ഈ ഇബ്രാഹിം ബാദുഷ തന്റെ ഭാര്യയായിട്ടുള്ള വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ഭാര്യയോട് അതിക്രൂരമായാണ് പെരുമാറിയിരിക്കുന്നത്, മർദ്ദിക്കുന്നത്. മാത്രമല്ല ഈ ഭാര്യ 22 വയസ്സുള്ള ആ യുവതി ഗർഭിണിയായിരിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഈ യുവതിയുടെ കുടുംബം പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ യുവതിയെ നിരന്തരം വീട്ടിൽ വെച്ച് ഈ രീതിയിലുള്ള ക്രൂരമായ പീഡനം ഇയാൾ യുവതിക്ക് നേരെ നടത്തിയിരുന്നു. മാത്രമല്ല യുവതിയോട് ഇയാൾ തന്നെ പറയുന്ന ഒരു ഓഡിയോ ഈ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ നിൽക്കുകയാണ് ഇബ്രാഹിം ബാദുഷ എന്ന് പറയുന്ന ആ ഇമാം പറഞ്ഞിരിക്കുന്നത്, തന്റെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ നായയെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നു. അതിനുശേഷം ഈ യുവതിയോട് വലിയ രീതിയിൽ അസഭ്യ വാക്കുകൾ വർത്തമാനം പറയുന്നു. അതിനുശേഷം യുവതിയോട് പറയുന്നു, ഞാൻ 2 തലാക്ക് തന്നോട് ചൊല്ലി, ഇനി 1 തലാക്ക് കൂടി ചൊല്ലുന്നു എന്ന് പറയുന്നു. ഇസ്ലാം മതപ്രകാരം 3 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ബന്ധം വേർപിരിഞ്ഞു. പിന്നീട് ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ഈ മതവിധി പ്രകാരം സാധ്യമല്ല. അങ്ങനെ ഈ യുവതിയെ ഒറ്റ ദിവസത്തിൽ ഇത്തരത്തിൽ മൊഴി ചൊല്ലിയിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. നേരിട്ട ഗാർഹിക പീഡനം, ഒരു പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പോലും തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് അനുഭവപ്പെട്ട അതിക്രൂരമായ പീഡനം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവതി ഈ ദോലമ്പാടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി നൽകിയിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഇബ്രാഹിം ബാദുഷയെ ചോദ്യം ചെയ്യാനോ വിളിച്ചു വരുത്താനോ പോലും ഈ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നതാണ്. അതായത് വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ഭാര്യയോട് പള്ളിയിലെ ഇമാമായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ കാണിച്ചത് അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. പക്ഷെ അപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൃത്യമായ പരാതി ലഭിച്ചു, പക്ഷെ അന്വേഷണം അത് തങ്ങൾ മുകളിലേക്ക് അയച്ചിട്ടുണ്ട്, നോക്കാം എന്നൊരു മറുപടി മാത്രമാണ് ഈ കുടുംബത്തിന് പോലീസ് നൽകുന്ന മറുപടി. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തുടർച്ചയായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, തുടർച്ചയായി 3 മാസത്തിനിടെ 4-ലധികം മുത്തലാഖ്, അതായത് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള മൊഴിചൊല്ലൽ, ബന്ധം വേർപെടുത്തൽ നടന്നിട്ടുണ്ട്. ഇതിനെതിരെ ബന്ധം വേർപെടുത്തിയിരിക്കുന്ന മുത്തലാഖ് ചൊല്ലിയ യുവതികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലൊക്കെ തന്നെ പോലീസ് എടുത്ത നടപടി ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് പോലീസ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നതാണ്. എന്തായാലും ഈ യുവതിയുടെ കുടുംബം ആ യുവതിക്ക് നേരിട്ട ക്രൂര പീഡനങ്ങളൊക്കെ തന്നെ സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല ഈ പള്ളിയിലെ ഉസ്താദ് ആയതുകൊണ്ട് തന്നെ വലിയ ജനസമ്മതിയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരത്തിൽ ഈ യുവതിയെ പോലും വിമർശിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം മൂടി അത് തുറന്നു കാട്ടുകയാണ് ഈ യുവതിയുടെ കുടുംബം. എന്തായാലും പോലീസിൽ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും സമീപിക്കാനാണ് ഈ യുവതിയുടെ കുടുംബത്തിന്റെ നീക്കം. എന്തായാലും തനിക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോരാട്ടം തുടരും എന്നതാണ്. മറ്റൊന്ന്, ഒരു 3 മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് ഒരു വലിയ അത് ഒഴിവാക്കാൻ എളുപ്പം കഴിയുമെന്നൊരു സാധ്യതയാണ് ഉസ്താദിനെ പോലുള്ളവർ മുതലെടുക്കുന്നത് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. ഗൗതം, ഉസ്താദ് 22-കാരിയെ മൊഴി ചൊല്ലിയതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന വലിയ വിമർശനം ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ മുത്തലാഖ് ഉൾപ്പെടെയുള്ള ഇത്തരം വളരെ പ്രാകൃതമായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിലും മറ്റും നമ്മുടെ രാജ്യത്തിന് പുറത്ത് സൗദി അറേബ്യയിലൊക്കെ ആളുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ടുള്ള ഇത്തരം ദുരാചാരങ്ങൾ അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നത്. 2017 തന്നെ ഈ മുത്തലാഖ് പോലെയുള്ള ആചാരങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. അത് ഭാരതം പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒട്ടും അനുശാസിക്കാൻ പറ്റുന്നതല്ല എന്ന് നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാകുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു എന്നതാണ് അതീവ ദുഃഖകരമായ വസ്തുത. അതുമാത്രമല്ല, അത്തരം വിഷയങ്ങളിൽ
നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഒരു തരത്തിലും നിലപാടെടുക്കാൻ, അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ ആ സ്ത്രീക്കൊപ്പം നിൽക്കുവാൻ, ആ കുടുംബത്തിനൊപ്പം നിൽക്കുവാൻ നമ്മുടെ ഭരണ സംവിധാനമോ ഇത്തരം പള്ളി കമ്മിറ്റികളോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് അനഘ ഹർഷൻ.